എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് പിരിഞ്ഞ് കഴിയുന്ന നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, അവരുടെ മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് അകന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അവർ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിരിക്കുക. നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യുക, ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം. ഇതെല്ലാവർക്കും ഒരുപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് റെസണേറ്റ് ആവണമെന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമുക്ക് റെസണേറ്റ് ആവാത്തത്. അതിന് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ ഞാൻ നമ്പറും കൂടെ ചേർത്തേക്കാം വീഡിയോയുടെ കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അതിപ്പം നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. ആ ഒരു സമയം തൊട്ട് നിങ്ങൾക്കത് വാലിഡ് ആവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഇന്ന ടൈം ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്ന റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നന്നായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അത് കുറച്ചും കൂടെ നമുക്ക് റെസനേറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് റീഡിങ്. തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു പ്രകാശം വരുത്താൻ എൻ്റെ റീഡിംഗ് കൊണ്ട് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് കുറച്ച് കാർഡുകൾ എടുക്കാം. നല്ലപോലെ ഷഫിൾ ചെയ്തിട്ട് കാർഡുകൾ എടുക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും വളരെ നല്ല ബ്യൂട്ടിഫുൾ കാർഡ്സാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ അവർ നിങ്ങളുമായിട്ട് അകന്നതിൽ ആ ഒരു വ്യക്തി ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ റിബൽ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ ഏത് സിറ്റുവേഷൻ ആയാലും, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയോട് കൂടെ ആയാലും, അവർ നിങ്ങളോട് വിട്ടാകുന്ന അവരുടെ ഫാമിലിയോടൊപ്പം ആയാലും അവർ ആ ഒരു സിറ്റുവേഷനിലൊട്ട് ഹാപ്പിയല്ല. ഇപ്പോൾ അവരിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവർ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു, അവർ സന്തോഷമായിട്ടിരിക്കുന്നു, എന്നെക്കുറിച്ച് ഓർക്കുന്നില്ല. പക്ഷേ അവരുടെ ജീവിതം അങ്ങനെയൊന്നും അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആ ഒരു സിറ്റുവേഷനിലൂടെ അല്ല ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. തീവ്രമായിട്ടുള്ള സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു പങ്കാളിയുടെ കൂടെയാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടു കൂടിയാണെങ്കിലും, അല്ലെങ്കിൽ അവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. കാര്യം നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. പ്രൊജക്ഷൻ കാർഡൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു യിങ് യാങ് എനർജി പോലെ ഞാൻ ഇന്നലെ റീഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു യിങ് യാങ് എനർജി അല്ലെങ്കിൽ ഒരു ശിവശക്തി ബന്ധം പോലെയാണ് നിങ്ങളുടെ ബന്ധം. അതായത് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജോഡിയായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ റീബർത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിക്കൊരു ആത്മീയ ഉൾക്കാഴ്ചയൊക്കെ ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും, അതായത് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ്, ഇതൊരു തേർഡ് പാർട്ടി ആവാം, എന്ത് സാഹചര്യമാകാം, ആ ഒരു സാഹചര്യത്തിൽ നിന്നകന്ന് ആ ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരുപാട് കഴിവുകളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതായത് നിങ്ങളുടെ കൂടെയുള്ള സമയത്തൊക്കെയാണ് അവരെ ആ ശരിക്കുള്ള അവരുടെ
കഴിവുകൾ, ഇത് വർഷങ്ങളായിട്ട് നിങ്ങളെ വിട്ടകന്നു പോയൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ മാസങ്ങളായിട്ട്. അപ്പം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്താണ് അവരവരുടെ യഥാർത്ഥ കഴിവുകളെയും അവരുടെ ആ ഒരു സർഗാത്മകതയെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചിരുന്നത്. അല്ല, അത്രത്തോളം ഒരു ഈ ഒരു വ്യക്തി വിദ്യാഭ്യാസം കൊണ്ടല്ല കഴിവുകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇത് വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട്, ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തതാണെങ്കിലും ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴും അവരെ തന്നെ കണ്ടെത്തുകയാണ് തീർച്ചയായിട്ടും. അതായത് അവരുടെ എല്ലാ കഴിവുകളും അവർ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്, അതെല്ലാം പുറത്തെടുക്കുന്ന ഒരു സമയമാണ്. അവരൊരുപാട് ആർട്ടിസ്റ്റൊക്കെ ആയിരിക്കും, എന്തെങ്കിലും വരയ്ക്കാനൊക്കെയുള്ള കഴിവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, പാടാനുള്ള കഴിവുകളുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മേഖലയിലൊക്കെ മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ വന്നപ്പം അതൊക്കെ എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ യഥാർത്ഥ കഴിവുകളൊക്കെ മുരടിച്ചതായിട്ട് അവർക്ക് തോന്നി. പക്ഷേ ഇപ്പോഴവർ അതിൽ നിന്നൊക്കെ അകന്ന്, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നൊക്കെ അകന്ന് അവരിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ ജന്മം, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു റീബർത്താണ് ആ ഒരു വ്യക്തിക്ക്, ഒരു സ്പിരിച്വൽ റീബർത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. അവർ മാറി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇത്രയും നാളും അവരൊരു കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ ഒരു പരമ്പരാഗത രീതിയിൽ, അല്ലെങ്കിൽ ഒരു പഴയ രീതിയിലുള്ളൊരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുക എന്നതാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രാധാന്യം ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളോടൊപ്പം ഭൂതകാലത്തിൽ ചെലവഴിച്ച ഓരോ നിമിഷവും അവർ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ അവരെ ചുട്ടുപൊള്ളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും നിങ്ങളുടെ കൊടുത്ത സ്നേഹവും അതുപോലെ തന്നെ അവർ നിങ്ങളെ പരിഗണിക്കാത്ത ഒരു അവസ്ഥയും ഒക്കെ തീർച്ചയായിട്ടും അവർ ഓർത്തെടുക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഒരു ഗൈഡൻസ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ ഉൾക്കാഴ്ച സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു അവബോധം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തിനാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് ഉള്ളൊരു പൂർണ്ണമായൊരു വിശ്വാസം ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു സ്നേഹമുണ്ട്. ഇത്രയും നാളും ആ ഒരു വ്യക്തി ഒരു അഡിക്ഷനിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം. ഈ ഒരു തേർഡ് പാർട്ടി അവരെ തടവറയിൽ ആക്കിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും അഡിക്ഷനിലേക്കൊക്കെ പോയി അവർ മദ്യപാനത്തിലേക്കും പലതരം അഡിക്ഷനിലേക്കൊക്കെ പോയി ജീവിതം നശിപ്പിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. ആ ഒരു ഇതൊന്നും അല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി എത്ര കാലം ജീവിച്ചെന്നല്ല, പക്ഷേ ആ ഉള്ള കാലം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലവറിങ് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതം ആ ഒരു വ്യക്തി സ്വപ്നം കാണുന്നതായിട്ടാണ് കാണുന്നത്. അത് വെറും ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാകുമെന്ന് ആ ഒരു വ്യക്തിക്ക് ഉറച്ച ബോധ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ്ലി കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം അകന്നിരുന്നാലും നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സംസാരത്തിന് വാക്കുകളൊന്നും വേണ്ട. തീർച്ചയായിട്ടും മൈൻഡ് ടു മൈൻഡ് കണക്ഷനാണ് തീർച്ചയായിട്ടും. അപ്പം നിങ്ങളില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചങ്ങലയിൽപ്പെട്ടൊരവസ്ഥ, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ അവർക്കൊരു തിരിച്ചറിവ്, ഒരു അവബോധം വരുന്നുണ്ട് ഈ ഒരു ബന്ധത്തെപ്പറ്റി. ഈ ഒരു ബന്ധം നിങ്ങൾ എത്രമാത്രം അവരുടെ ലൈഫിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത, ഒരു ഉൾക്കാഴ്ച ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ ഇൻസൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നിങ്ങൾ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്, ഒന്നാകാൻ വേണ്ടി ജനിച്ചവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും ആവില്ല എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്ന ഒരു സമയമാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഓരോ നിമിഷവും നിങ്ങളുമായിട്ടുണ്ടായ ഓരോ നിമിഷവും അവർ ഓർത്തെടുക്കുന്നുണ്ട് പഴയ കാലങ്ങളിൽ. അതായത് നിങ്ങളുമായിട്ടുണ്ടായ പിണക്കങ്ങളും വഴക്കുകളും എല്ലാം അവർക്ക് ഓരോരുത്തർ കുറ്റബോധമുണ്ട്. പക്ഷേ ഇപ്പോഴവർക്ക് എന്താണ് വിശ്വാസം, നിങ്ങളോടൊപ്പം ജീവിക്കുക എന്നുള്ളൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ റീബർത്ത് സംഭവിച്ചു കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ നന്നായി ജീവിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ റീബർത്ത് സംഭവിച്ചതായിട്ട് കാണുന്നത്.
കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനാണ് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാര്യം ഒരു ചതിക്കുഴിയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവർ ഭയങ്കര ഹാപ്പിയാണെന്ന്. കാര്യം ആ ബന്ധത്തിൽ ഒട്ടും ഹാപ്പി അല്ലെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചതിയിലകപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു വഞ്ചിക്കപ്പെട്ട വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു സുഖവും സമാധാനവും ഒന്നും ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നും ഒരു തടവറയിലാക്കിയ ഒരവസ്ഥ, അതായത് അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ തേർഡ് പാർട്ടി അവരെ മാനിപ്പുലേറ്റ് ചെയ്തതും അവർ ബ്ലാക്ക് മാജിക്ക് ചെയ്തതും, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ കുടുംബക്കാരായിക്കോളാം, നിങ്ങളുടെ കുടുംബക്കാരായിരിക്കാം നിങ്ങളെ അവരിൽ നിന്ന് അകറ്റിയത്, അല്ലെങ്കിൽ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി രണ്ടുപേരും രണ്ടാക്കിയത് കുടുംബക്കാരും ആവാം. പക്ഷേ ആ ഒരു കാര്യത്തിലൊക്കെ അവർക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്ന സമയമാണ്. അവർ നിങ്ങളെപ്പറ്റി അവർ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രാത്രികാലങ്ങളിലൊക്കെ നിങ്ങളെപ്പറ്റി ഓർത്ത് ആ ഒരു വ്യക്തി കരയുന്നതായിട്ട് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. ആരൊക്കെ ഉണ്ടെങ്കിലും അവർ ഹാപ്പി അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു അവരിപ്പം ഒന്ന് പ്രതികരിക്കത്ത് പോലുമില്ല ഈ ഒരു തേർഡ് പാർട്ടിയോടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഫാമിലി ആകാം, പക്ഷേ ഒരു വ്യക്തിയാവാം, പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയോടൊന്നും അവർ പ്രതികരിക്കാൻ നിൽക്കില്ല. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ആകെ എല്ലാം അവർ ഡിവൈനിൽ അർപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ എല്ലാ കാര്യവും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും നിങ്ങളൊന്നിച്ച് നല്ല രീതിയിൽ ജീവിക്കും, വളരെ സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്നാണ് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അവർക്ക് ആ ഒരു ഓർമ്മകൾക്കൊന്നും, അതായത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിനൊന്നും ഒരു കോട്ടവും പറ്റിയിട്ടില്ല. തീർച്ചയായും ഒരു ബ്യൂട്ടിഫുൾ സോൾസാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായും മനോഹരമായ രണ്ട് ആത്മാക്കളാണ്. അവർ തിരിച്ചറിയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാധാന്യത്തെയൊക്കെ അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇത്ര നാളും അവരൊരു അവരുടെ കണ്ണ് മൂടി കെട്ടി വെച്ചിരിക്കുമായിരുന്നു ആരോ, പക്ഷേ ഇപ്പോഴതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു പ്രാധാന്യം ആ ഒരു വ്യക്തി തരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നത്. നമുക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം. എന്താണ് അവർക്ക് നിങ്ങളോട് ഈ ഒരു നിമിഷം പറയാനുള്ളതെന്ന് നോക്കാം. എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളില്ലാത്തൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയത്തില്ല ഉപ്പില്ലാത്ത കഞ്ഞി പോലെ, തമാശയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത്, പക്ഷേ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരു കൈപ്പേറിയ സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നിനും ഒരു താല്പര്യമില്ല, ജോലിയിലും ഇല്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങളുടെ പ്രാധാന്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അവർക്കൊരു ആത്മവിശ്വാസമില്ല. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം തിരികെ എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് അപേക്ഷിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ. അപ്പോൾ അവർക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ആ ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അവരുടെ ലൈഫിലെ സന്തോഷവും സമാധാനവും ആഗ്രഹങ്ങളും എല്ലാം, മോഹങ്ങളും എല്ലാം കെട്ടടങ്ങിയതായിട്ടാണ് ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം. തിരികെ വന്നാൽ മാത്രമേ ഈ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അവർക്ക് ഉണ്ടാകുകയുള്ളൂ എന്നാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വളരെ ഒരു ഇമോഷണൽ കണക്ഷൻസ് ആണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വികാരാധീനനായിട്ടാണ് ആ ഒരു വ്യക്തി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനം നൊന്താണ് ആ ഒരു വ്യക്തി നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര കഠിനമായ സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞൊരു കാർഡും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കാർഡും കൂടി എടുക്കാം. ഒരു സപ്രഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു വ്യക്തി വളരെ നിങ്ങളോട് ബെഗ് ചെയ്യുകയാണ്, നീ എന്നെ വന്നു കഴിഞ്ഞാൽ ഇനി സ്വീകരിക്കുമോ. കാര്യം അവരുടെ സന്തോഷവും സമാധാനവും എല്ലാം, വികാരങ്ങളൊക്കെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അതായത് അവരുടെ സന്തോഷവും സമാധാനവും ഒന്നും അവരിപ്പം എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അവരുടെ റിയൽ ഫീലിങ്സ് ഒക്കെ അവർ അടിച്ചമർത്തി നിൽക്കുകയാണ്. ഒരു ഏത് സമയത്തും ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു അവസ്ഥ, എപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരവസ്ഥ, ഒരു അഗ്നിപർവ്വതം പോലത്തെ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവർ ബേസ്റ്റായിട്ട് നിൽക്കുകയാണ്, ഇമോഷണലി ഡ്രെയിനായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അവരെ മനസ്സിലാക്കണമെന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത്. അവർ ആകെ അകപ്പെട്ടു പോയൊരു കുടുക്കിൽ പെട്ടുപോയിരിക്കുകയാണ്. അവരോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഈ ഒരു സമയത്ത് അവർ പറയുന്നത്, തീർച്ചയായിട്ടും അവരെ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു ആത്മബന്ധമുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം റീകൺസിലേഷൻ എപ്പം നടക്കുമെന്ന് നോക്കാം. റീകൺസിലേഷൻ എപ്പം നടക്കുമെന്ന് നമുക്ക് നോക്കാം. റീകൺസിലേഷൻ എപ്പം നടക്കുമെന്ന് നോക്കാം. റീകൺസിലേഷൻ എപ്പം നടക്കുമെന്ന് നോക്കാം. റീകൺസിലേഷൻ എപ്പോഴാണ് പോസിബിൾ യൂണിവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ബൈ നെക്സ്റ്റ് ഫ്രൈഡേ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു 1 വീക്കിനുള്ളിൽ ഒരു റീകൺസിലേഷന് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവർ അതിൻ്റെ ഉടൻ തന്നെ റീകൺസിലേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഉടൻ തന്നെ റീകൺസിലേഷൻ ഉണ്ടാകുമെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. എൻ്റെ വീഡിയോ കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അത് പെയ്ഡ് റീഡിങ് ആയിരിക്കും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് ജനറൽ റീഡിങ് പോലെയല്ല, അത് ഓരോ പേഴ്സണെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ലൈഫിലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കാർഡുകളൊക്കെ എടുത്തത്. നമുക്ക് എന്താണെങ്കിലും ജീവിതത്തിൽ എത്രത്തോളം പ്രതിസന്ധിയൊക്കെ ഉണ്ടായാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് അങ്ങനെയാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ, നന്ദി.